അപ്പോൾ ഒരു കപ്പ് ഉണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞു. ഉഴുന്ന് കഴിഞ്ഞോട്ട് ചേട്ടാ. ഇതിപ്പോൾ എത്രാമത്തെ ഗ്ലാസ് എടുത്തേ? കപ്പ് മൂന്നാമത്തെ കപ്പ് വെള്ളം, മൂന്നാമത്തെ നാലാമത്തെയാ ചേട്ടാ. ഇനി ഇത് പക്ഷേ നേരെ അരിപ്പൊടി കൊണ്ടുവന്നിട്ട് നല്ലോണം കലക്കി മിക്സ് അങ്ങോട്ട് ആക്കി വെക്കുക. രഘുവിന് സ്കൂളിലേക്ക് ഇഡ്ഡലിയും ഇപ്പോൾ ദോശ മതിയെന്ന്. കാലത്ത് നല്ല മഴയാ, നല്ല തണുപ്പുണ്ട്, നീ വീശി തരണ്ട, ഉഷ്ണില്ല. അപ്പം ചട്നി ദോശയിലേക്ക് തക്കാളി ചേട്ടൻ പിന്നിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ഒരു തക്കാളി എടുക്കണമല്ലോ കേട്ടാ, കുറച്ച് മതി. ഇത് സോണിയായ കാരണം കൊണ്ടാണ് ചേട്ടൻ ഇത്ര പേടി അല്ലേ? പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഇന്നാളെ ഒരു ദോശയും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, വറുത്ത അരിപ്പൊടി കൊണ്ട് ദോശയും ഇഡ്ഡലി ഉണ്ടാക്കുന്ന രീതി സരിത പറഞ്ഞു. ആ സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര എളുപ്പപ്പണിയാണിത്. നമ്മൾ ഈ അരി വെള്ളത്തിലിട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് ആട്ടി ഇതാക്കേണ്ട പരിപാടി ഒന്നുമില്ല. അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമ്മൾ വൈകുന്നേരം ഒരു 7-7 അല്ലെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ ഇത് ഈ ഉഴുന്നായിട്ട് ചേർത്ത് വെച്ച് ഉഴുന്നരച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് ദോശ ഉണ്ടാക്കുന്ന വിധത്തിലാണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം കേട്ടോ. വളരെ സിമ്പിളാണ്, വീട്ടമ്മമാർക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ തന്നെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയിലേക്ക് സരിതരുത്തി. അപ്പോൾ ഉഴുന്ന് വെള്ളത്തിലിടാൻ പോവാണ്. എല്ലാവരും വറുത്ത അരിപ്പൊടി കൊണ്ട് ഇങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കുറേ പേരൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ വിചാരിച്ച എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവുന്ന, പക്ഷേ കുറച്ച് കമൻസ് അങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി കാണിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഉണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞു. ഉഴുന്ന് കഴിഞ്ഞോട്ട് ചേട്ടാ. കൃത്യം എന്ന് പറയാൻ പറ്റില്ല, ഒരു കപ്പ് എന്നങ്ങോട്ട് പറയാൻ പറ്റില്ല തീർത്ത്. സാരല്ലേ, നമുക്കിത് മതി. ഇത്രയ്ക്ക് ഉഴുന്നാണ് കേട്ടോ നമ്മൾ എടുക്കണേ. ഒരു കപ്പ് എടുക്കുമ്പോൾ 3.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കാറ്. ഇതുകൊണ്ടല്ല അളവ്, കപ്പില്ലെങ്കിലും വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് എടുക്കുകയാണെങ്കിൽ 3.5 ഗ്ലാസ് അരിപ്പൊടി എടുക്കും. അങ്ങനെ എന്തിട്ടായാലും 3.5. അത് എനിക്ക് തോന്നുന്നു അരിപ്പൊടിയുടെ പച്ചരിയുടെ ഇതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരി വറുത്ത അരിപ്പൊടിയാണ്. ആ വറുത്ത അരിപ്പൊടി നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ 1 3.5 2 3 ശരിക്കും 3.5 എടുക്കണില്ല, ഞാനൊരു തുണ്ട് കുറയ്ക്കുന്നുണ്ട്. കാരണം ഉഴുന്ന് ലേശം കുറവല്ലേ, അത് കാരണം കൊണ്ട് 3.25. ഇനി ഉഴുന്ന് കഴുകുന്നു. അപ്പം കഴുകി ഉഴുന്ന് വെള്ളത്തിലിട്ടു. ഇപ്പം സമയം 7:30 ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8:30 ആകുമ്പോൾ ഇത് അരച്ച് വയ്ക്കാം. അപ്പം ഇത് മാറ്റി വെച്ചു. ഇനി നമ്മൾ അരിപ്പൊടി എടുത്തില്ലേ, ഈ അരിപ്പൊടിയിലേക്ക് ചിലവരെ വറുത്ത അരിപ്പൊടി കിട്ടണം. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിപ്പിക്കണോടത്തുനിന്ന് ആള് അരിച്ച് അതിൻ്റെ മണിമണികൾ ഉണ്ടാവില്ലേ, വറുത്ത് കഴിയുമ്പോൾ ആ സാധനവും പൊടിച്ചിട്ട് ആണ് തരാം. അത് കാരണം നല്ല ഫൈനായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പം ഇതിലേക്ക് എന്തോരം വെള്ളം ഞാൻ അളവൊന്നും നോക്കാറില്ല കേട്ടാ. ജഗ്ഗു 1 ടീസ്പൂൺ എടുക്കും, കനത്തിലുള്ള ടീസ്പൂൺ. ആ കയ്യിലെന്തൊട്ടെങ്കിലും 1 ഇത് 2 കപ്പ് ഒഴിച്ചു കൂട്ടാ. 2 കപ്പ് ഒഴിച്ചിട്ട് നോക്കാം. പല പച്ചരികളുടെയും ഇതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് മാറും. കുഴപ്പമില്ല, വേറെ ജസ്റ്റ് ഒന്ന് കുതിർത്തിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ നനച്ച് വെച്ചു കൂട്ടാ. ഇത്ര കാരണം ഇനി അധികം വെള്ളമാക്കണ്ട. കാരണം ഇനിയിപ്പോൾ ഈ ഉഴുന്ന് അരച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ലേശം ചോറൊക്കെ അരച്ച് ചേർക്കും, അപ്പോൾ വെള്ളം വീണ്ടും വരും. അപ്പം അത് കാരണം കൊണ്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം രാത്രി 7:30 ഉണ്ട്. അപ്പം നമുക്കൊരു 8:30 ആകുമ്പോൾ അരച്ച് വയ്ക്കാം. 1 മണിക്കൂറൊക്കെ ധാരാളം മതി ഉഴുന്ന് കുതിർന്ന് വരാനായിട്ട്. അപ്പം 8:30 ആകുമ്പോൾ അരച്ച് വയ്ക്കാം. 8:30 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 9 മണി ആയിട്ടാ. അപ്പോൾ ആദ്യം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്നുണ്ട്, അതരയ്ക്കാം. അയ്യോ, ഞാൻ ജാറെടുത്തിട്ടില്ലേ. കുറച്ച് വെള്ളം മാറ്റി വയ്ക്കാം.
അരഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ ഒരു പാത്രം ഉണ്ട്, ഇതിലാണ് എപ്പോഴും ഞാൻ അരച്ച് വയ്ക്കാറ്. നമ്മുടെ ഉഴുന്നൊഴിച്ചിട്ട് ജാറിലത്തെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടാ, കുഴപ്പമില്ല. അതിലേക്ക് ചോറ്, ഇത്രയ്ക്ക് ചോറ് എടുക്കില്ല, അതിൻ്റെ കുറച്ച് ചോറ് നമ്മൾ സാധാരണ വെക്കണ കുത്തരി അതിൻ്റെ ഒരു 2-3 സ്പൂൺ അത്രയും ഇടണുള്ളൂ. എന്നിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ടലത്തെ ആ വെള്ളം ഉണ്ടല്ലോ, ബാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം, അതൊഴിച്ചിട്ട് ഈ ചോറ് അരച്ചെടുക്കണം. ദേ അരഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇത്രയ്ക്ക് ചോറില്ല കേട്ടാ, ഇതിൽ കുറേ ഉഴുന്നാണ്. ചോറ് ഒരു 2-2.5 സ്പൂൺ എങ്ങാനും ചോറ് ഇട്ടാൽ മതി. ഇനി ബാക്കി ഉഴുന്ന് വെള്ളത്തിലിട്ടതിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഒഴിച്ചിട്ട്, പിന്നെ ഇനി എന്തായാലും കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് ബാക്കി കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കാം. പിന്നെ ബാക്കി അപ്പോൾ ഉഴുന്ന് ഇത്തിരി കൂടുതൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം അത് കുറച്ചും കൂടി വെള്ളം എടുത്തു. വെള്ളം എന്തായാലും വേണ്ടി വരും. എന്നിട്ട് വെറുതെ ഒന്ന് ഈ ജാറൊന്ന് കഴുകിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ അരിപ്പൊടി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഒഴിക്കാം കേട്ടാ. അത് കട്ടയിട്ട പോലെ ഇരിക്കണേ. കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, അല്ലെ പെട്ടെന്ന് ഭയങ്കര ലൂസാവും. അപ്പം പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല, ദോശ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഉഴുന്ന് വെള്ളത്തിലിട്ട സമയത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ വെറുതെ വെക്കും. അത് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ചിലപ്പോൾ ഉഴുന്ന് അരച്ച് വയ്ക്കില്ലേ, ആ സമയത്താണ് ഇത് കലക്കാറുള്ളൂ. ഇത് നേരത്തെ കലക്കി വയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടാ. ഇനി ഇത് പക്ഷേ നേരെ അരിപ്പൊടി കൊണ്ടുവന്നിട്ട് ഉഴുന്നിലേക്ക് ഇട്ടിട്ട് കലക്കാൻ നിൽക്കരുത്. അപ്പോൾ ആകെ കട്ടയും. അരിപ്പൊടി വേറെ മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. അത് എപ്പോൾ വേണമെങ്കിൽ എന്ന് ഉദ്ദേശിച്ചത് ഉഴുന്ന് വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഈ ഉഴുന്ന് അരയ്ക്കണ സമയത്ത് അരിപ്പൊടി എടുത്തിട്ട് കലക്കിയാലും മതി കേട്ടാ. ചിലപ്പോൾ അത് അപ്പോഴേ തന്നെ ആക്കി കൈയോടെ അളന്ന് ആക്കി വയ്ക്കുന്നു മാത്രം. ചിലപ്പോൾ ഈ സമയത്ത് ആക്കാറുള്ളൂ. ഇപ്പോൾ ഇത് ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉഴുന്നിലേക്ക് ചേർക്കാം. എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. ഉഴുന്ന് എത്രയാണോ എടുക്കണത് അതിൻ്റെ 3.5 ഇരട്ടി ആണ് ഈ അരിപ്പൊടി. എല്ലാ ടൈപ്പ് അരിപ്പൊടി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉപ്പ് ചേർക്കരുത് കലക്കി വയ്ക്കണ സമയത്ത്. ബാക്കിയൊക്കെ സെയിം, പച്ചരിയും ഉഴുന്നും കൂടി അരച്ച് വയ്ക്കില്ലേ, അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഉഴുന്നും ചോറും ഈ അരിപ്പൊടിയും ഒക്കെ കൂടി അങ്ങോട്ട് കലക്കി വെക്കുക. നമ്മുടെ ഇഡ്ഡലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ. അപ്പം ഇത്തിരി കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. കൈ കൊണ്ട് കലക്കാട്ടാ. നല്ലോണം കലക്കി മിക്സ് അങ്ങോട്ട് ആക്കി വെക്കുക. ഇഡ്ഡലിയുടെ ആ മാവിൻ്റെ പരുവുണ്ടല്ലോ അതിൽ ഓക്കെ മതി. അപ്പോൾ മാവ് കലക്കി മൂടി ഞാൻ എപ്പോഴും ഒരു കിണ്ണത്തിലാണ് വെക്കാറ്. ഞാൻ വീറിയിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിലേ ഇവിടെ ഇരിക്കട്ടെ. നാളെ ഇനി നോക്കാം, ഒരു 7:30 ഒക്കെ ആകുമ്പോൾ എടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് വീറിയിട്ടുണ്ടാവും. വേനൽക്കാലാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഞാൻ ഇത്തിരി കൂടിയും കഴിഞ്ഞിട്ടാണ് കൂട്ടി വയ്ക്കാറുള്ളൂ. എല്ലാ പണികളും കഴിഞ്ഞിട്ട് അടുക്കള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്തെ ആക്കാറുള്ളൂ. നല്ല ചൂടുണ്ടാവുമല്ലോ. ഇപ്പോൾ പിന്നെ മഴക്കാലം, പകൽ നല്ല വെയിലുണ്ട്, രാത്രി പക്ഷെ മഴയാണല്ലോ, തണുപ്പാണല്ലോ. അത് കാരണം കൊണ്ട് ഇത്തിരി നേരത്തെ ഇന്ന് 8:30 ശരിക്കും അരച്ച് വയ്ക്കേണ്ടായിരുന്നു. പക്ഷെ 9 മണി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നാളെ നമുക്ക് ഞാൻ പറയാട്ടാ എത്ര മണിക്കാണ് ഇതായി എന്ന് പറയാം. ഇതിലേക്കുള്ള ഉപ്പിട്ടിട്ട് കലക്കാം. ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കാട്ടാ. തരിയും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ദോശ ഉണ്ടാക്കാം. ചിലവർ ചോദിച്ചിട്ടുണ്ട് ഈ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇഡ്ഡലിയും ദോശയും ടേസ്റ്റ് തന്നെയല്ലേ രഘു? സ്കൂളിലേക്ക് ഇഡ്ഡലി, രഘുവിന് സ്കൂളിലേക്ക് ഇഡ്ഡലിയും ഇപ്പോൾ ദോശ മതിയെന്ന്. അപ്പോൾ ഇഡ്ഡലി തട്ടുകൾ എടുത്തു, ഇത്തിരി വെളിച്ചെണ്ണയാക്കിയിട്ട്, പിന്നെയൊക്കെ സെയിം തന്നെ, ഇനി മാറ്റമൊന്നുമില്ല. ചെറുതിൽ വയ്ക്കാം. ചെറുതിൽ തന്നെയുണ്ട്, അത്യാവശ്യം നല്ലോണം തീയുണ്ട്. കാലത്ത് നല്ല മഴയാ, നല്ല തണുപ്പുണ്ട്. നീ വീശി തരണ്ട, ഉഷ്ണില്ല.
വെള്ളം നമ്മുടെ ചൂടായി തുടങ്ങിയിട്ടാ. ഞാൻ തിളയ്ക്കാൻ നിൽക്കണില്ല. തിളച്ച് ഇതിങ്ങനെ വെക്കുമ്പോഴേ കയ്യുമ്പിലേക്ക് ആവി വരും. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ദോശ ഉണ്ടാക്കാം. പിന്നെ എനിക്ക് ചട്നി ഉണ്ടാക്കണു. കുറച്ച് നാളികേരം, പച്ചമുളക്, ഒരു പകുതി സബോള ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത്തിരി ഉപ്പ്, വെള്ളം, അരയ്ക്കാം. അരച്ചൂട്ടാ. ഇനി ഇത് കാച്ചാം. ഈ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിക്കേണ്ട ഇതിൽ അവരവരെ കട്ടിക്കനുസരിച്ചിട്ട്. ചട്നി കാച്ചാൻ പോവാണ് കേട്ടാ. അപ്പം ചട്നി റെഡി ആയിട്ട് അതിൻ്റെ കളർ തന്നെ ഒരു മാറ്റം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് കിട്ടിയാൽ പറഞ്ഞാൽ പഴുത്തതുണ്ടായിരുന്നു. അത് കാരണം തനി വെള്ള കളറിലല്ല നമ്മുടെ ചട്നി ഇരിക്കണം. പിന്നെ ഇനി വേണമെങ്കിൽ ഒരു തക്കാളി ചട്നി കൂടി ഉണ്ടാക്കാം. ദോശയിലേക്ക് തക്കാളി, ചേട്ടൻ പിന്നിലൊന്ന് ചിരിക്കുന്നുണ്ട്. ദോശയിലേക്ക് തക്കാളി ചട്നിയാണ് ചേട്ടന് കൂടുതൽ ഇഷ്ടം. ജഗ്ഗുവിനും ഇഷ്ടം കേട്ടാ. ഒരു തക്കാളി എടുക്കണമല്ലോ കേട്ടാ, കുറച്ച് മതി. ചെറിയൊരു സബോളയും കൂടി. തീ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടാ. ഇതിപ്പോൾ കുറച്ചല്ലോ ഉള്ളൂ. 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ലേശം മഞ്ഞപ്പൊടി, സോറി ഉപ്പ്. ഇനി ഇളക്കണോ? ചേട്ടനെ മിണ്ടാണ്ട് നിൽക്ക, പേടിച്ച് വെറുങ്ങലിച്ചിട്ട് ക്യാമറയുടെ പിന്നില്. ഞാൻ ചോദിക്കുന്നത് എന്തിനെങ്ങനെ? ഞാനിത് ഇളക്കണ്ട ക്യാമറ. ചേട്ടൻ സംസാരിക്കുമ്പോൾ ക്യാമറ ഇളകും. ഇതൊരു ലേശം നേരം, ഇത് വല്ലാണ്ട് വഴറ്റാനൊന്നും പാടില്ല ചേട്ടാ. ഒന്ന് ചൂടായിട്ട് ഇതിൻ്റെ ഒരു ഇത്തിരി നേരം ഒന്ന് ഒരു 5-8 മിനിറ്റ് ഒന്ന് പോയാൽ മതി കേട്ടോ. അത് സിമ്മിലിടാ. ഇതവിടെ ആവട്ടെ. നമുക്ക് ഇഡ്ഡലിയുടെ ആയിട്ടുണ്ട്, അതെടുത്ത് പുറത്തേക്ക് വയ്ക്കാം. ഇഡ്ഡലിയുടെ തീ ഓഫ് ചെയ്യാം കേട്ടാ. ഇത് മതി കേട്ടാ. അതേ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അത് മതി, അത്രയ്ക്ക് വാടിയാൽ മതി. തീ ഓഫ് ചെയ്യാം. മിക്സിയിലടിക്കും. ജാറിലേക്ക് ഇട്ടു, പക്ഷെ ചൂടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് അരയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കും ദോശ ഉണ്ടാക്കാം. എന്നെ കാണണ്ട. ഇത് സോണിയായ കാരണം കൊണ്ടാണ് ചേട്ടൻ ഇത്ര പേടിയില്ലേ. നമ്മുടെ ഗോപ്രോയിൽ എടുക്കണമെന്ന് വെച്ചെങ്കിൽ ഇതും കൊണ്ട് ഇങ്ങനെ വീശി ചേട്ടൻ ഇങ്ങനെ പാറി പറന്ന് നടന്നേനെ ഇവിടെ മുഴുവൻ. പക്ഷെ സോണിയാകുമ്പോൾ സൂക്ഷിക്കണം. സോണിക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. ദോശ ഉണ്ടാക്കാനായിട്ടേ കുറച്ച് മാവ് ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാനൊന്ന് ലൂസാക്കുന്നുണ്ട്. കുറച്ച് ലേശം വെള്ളവും ലേശം ഉപ്പും ചേർത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ, കുറച്ചെടുത്തിട്ട്. വലിയ ദോശ തട്ടണം കേട്ടോ. അത് തന്നെ ഒരു 1.5 ദോശ വരെ വലിപ്പുണ്ടാവും ഒരെണ്ണം. മാവ് കുറച്ചും കൂടി ആവാമായിരുന്നു. ഫസ്റ്റത്തെ ദോശ എടുത്തു കേട്ടാ. ഇവിടുന്ന് കഴിച്ചോ ജഗ്ഗു? ജഗ്ഗു യൂണിഫോമൊക്കെ മാറി വന്നു സ്കൂളിലേക്ക് പോകാൻ. ഇതാണ് ജഗ്ഗുവിൻ്റെ യൂണിഫോം കണ്ട. ആ നമ്മുടെ ഇത് ചൂടാറിട്ടാ. തക്കാളി ചട്നിക്കുള്ളത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ചൂടാറി. ഇതരയ്ക്കാം. ജഗ്ഗുവിന് മറ്റേ വെള്ള ചട്നി മതി. ചട്നി അരച്ചു കേട്ടാ. നമ്മുടെ തക്കാളി ചട്നി അരച്ചു. ഇടുവായോ? കഴിച്ചോ ജഗ്ഗു? ഇഡ്ഡലി നല്ലോണം ചൂടാറിട്ടാ. വേണ്ട സരിതേ ദോശ മറിച്ചിട്ടു. എനിക്ക് മറിച്ചൊന്നും ഇഷ്ടമല്ല. ജഗുന് ഇഡ്ഡലി വേണം. ഒരെണ്ണം കഴിക്കാൻ നോക്കണം. ഒരു ഇഡ്ഡലി ഇതേ ഇതിനോട് സോഫ്റ്റ് ആണോന്ന് പറയട്ടാ.